ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ട് നല്ല ടേസ്റ്റിൽ തന്നെ ഒരു തോരൻ ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി ഇതാ വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ്. ഇത്ര വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ സവോളയുടെ പകുതിയും കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. സാധാരണ തോരനൊക്കെ അരിയുമ്പോൾ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ സവോളയും അതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് അരപ്പിന് വേണ്ടതൊക്കെ നോക്കാം. കാന്താരി മുളക്, 2 പിടി തേങ്ങ, അല്പം മഞ്ഞൾപ്പൊടി, 4-5 കഷ്ണം ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ അതാ കാന്താരി മുളക് എടുത്തിട്ടുള്ളത് വെള്ള എടുത്തിട്ടുണ്ട്, പച്ച കാന്താരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ച കാന്താരിക്ക് അല്പം എരിവ് കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ള കാന്താരി എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ച കാന്താരി. ഇതെല്ലാം കൂടെ നമുക്ക് സാധാരണ തോരനരയ്ക്കുമ്പോൾ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കടായിയുടെ സെൻറ്ററിൽ ഇതാ വെളിച്ചെണ്ണ നിൽക്കില്ല, അത് സൈഡിൽ കൂടെ അങ്ങനെയോട് പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കടുക് ഒന്ന് പൊട്ടി വരാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളകും ഒരല്പം കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള വഴുതനങ്ങ ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുത്തു. വെള്ളത്തിലേക്കാണ് കേട്ടോ ഞാനിത് അരിഞ്ഞെടുത്തത്. എന്നിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ കറയൊക്കെ നല്ലതുപോലെ കളഞ്ഞതിന് ശേഷമാണ് ഇതിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവോളയും പച്ചമുളകും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വഴുതനങ്ങ തോരന്. ഇനി നമുക്ക് സവോളയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വഴുതനങ്ങ തോരൻ നന്നായിട്ട് വെന്ത് വരും. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരല്പം കുഴഞ്ഞിരിക്കും കേട്ടോ വഴുതനങ്ങ. ഇത് അറിയാം, വെള്ളം കൂടുതലുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കുഴഞ്ഞിട്ടുണ്ടാവും തോരൻ, എങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുത്തു. വീണ്ടും ഒരു 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കി. ഇപ്പം നമ്മുടെ വഴുതനങ്ങ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ അരപ്പ് കൂടി ഒന്ന് വെന്ത് വരട്ടെ. വഴുതനങ്ങയുടെ ഒരുപാട് റെസിപ്പി നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ ചമ്മന്തി, വഴുതനങ്ങ ഫ്രൈ, വഴുതനങ്ങ മസാല, അങ്ങനെ. പക്ഷേ അതിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തോരനാണ് ഈ വഴുതനങ്ങ. ഞാനങ്ങനെ വഴുതനങ്ങ തോരൻ ഒരുപാട് അങ്ങനെ വെച്ചിട്ടില്ല. ഒരു ദിവസം നമുക്ക് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം ഞാനിതുപോലെ തോരനൊന്ന് ചെയ്ത് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോഴും ചിന്തിച്ചത് ഇതിൻ്റെ ഒരു റെസിപ്പി ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ അധികവും മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ വഴുതനങ്ങ മസാല ഇതൊക്കെയാണ് നമ്മളല്ലേ അധികവും കണ്ടിട്ടുള്ളതും നമ്മൾ ചെയ്യാറുള്ളതും. പക്ഷേ തോരൻ ഞാനൊന്ന് ഒരു ദിവസം ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞില്ല, നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം ഞാൻ വഴുതനങ്ങ കിട്ടിക്കഴിഞ്ഞാൽ തോരനാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതേ 1 മിനിറ്റ് നടച്ച് വെച്ചതിന് ശേഷം ഒന്ന് തുറന്നു. നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. ഇനി അടച്ച് വെച്ച് കൊടുക്കണ്ട. മാക്സിമം കുഴഞ്ഞു പോകാതെ കിട്ടുന്നതാണ് നല്ലത്. പക്ഷേ ഒരല്പം അവസാന
ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഒന്ന് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. വിശേഷിച്ച് നമ്മൾ ഈ കാന്താരിമുളകൊക്കെ ചതച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു തോരനായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരല്പം തൈരും കൂടി ഉണ്ടെങ്കിൽ നമുക്കിതിന് പ്രത്യേകിച്ച് പിന്നെ വേറെ കറിയൊന്നും വേണ്ട ചോറ് കഴിക്കാനായിട്ട്. നമ്മെല്ലാം മാക്സിമം കുഴഞ്ഞു പോകാതെ നമുക്ക് ഇളക്കാൻ നോക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട്, അപ്പം നമ്മൾ വെച്ച സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അടിക്ക് പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനി നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഉപ്പൊക്കെ ഇവിടെ കറക്റ്റാണ്, പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്യണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. ഇപ്പോൾ അതേ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടോ, ഒരല്പം കുഴഞ്ഞ രീതിയിലേക്ക് മാറി. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കുറച്ച് സമയം കൂടി ഞാനിങ്ങനെ ഒന്ന് കുറച്ചുകൂടി ആ വെള്ളത്തിൻ്റെ ആ അംശമൊക്കെ ഒന്ന് തോർന്ന് വരാനായിട്ട് മെല്ലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വഴുതനങ്ങ ഇതുപോലെ തോരൻ വെക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനും ആദ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ട് വഴുതനങ്ങ തോരൻ വയ്ക്കുമോ, ഇതുപോലെ മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെയുള്ള ഒരുപാട് കറികളാണ് ചെയ്യുന്നത്. ഇതെന്തായാലും അടിപൊളിയായി.